ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ല ടേസ്റ്റിയായ മിൽക്കി ബാർ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ്. അതിനാവശ്യമെന്നുള്ളത് നമ്മൾ ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. നമ്മൾ ഐസിങ് ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 1/4 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണേ. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 സ്പൂൺ കോൺഫ്ലവർ നമ്മൾ നന്നായിട്ട് പഞ്ചസാര ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചില്ല, ആ കപ്പിലേക്ക് തന്നെ 1 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ ഡാൽഡ ഇല്ലേ, ഡാൽഡ നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് 1/2 കപ്പ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡാൽഡയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 3-4 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ ചെറുതായിട്ട് അടിച്ചെടുക്കാം മിക്സിയിൽ. അങ്ങനെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടായി ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ല, അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് വീട്ടിൽ മിൽക്കി ബാർ തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. നമുക്ക് നല്ല ഹാർട്ടിൻ്റെ മോഡലിലുള്ള മുട്ടായി ഇതിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിതിലേക്ക് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ അതിൽ ഒഴിച്ച് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാർ പോലത്തെ അതിലും ഒഴിച്ചെടുക്കാവേ. നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അധികമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുവേ. ഇനി ഇതിലേക്ക് നമുക്കിങ്ങനെ കുറേശ്ശെ ഒഴിച്ചെടുക്കാം. നമുക്ക് 1 കപ്പ് പാൽപ്പൊടി വെച്ച് തന്നെ നമുക്ക് ഒത്തിരി മുട്ടായി തയ്യാറാക്കി എടുക്കാവേ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ല, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് മുട്ടായി വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബദാമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ബദാം വീതം നമ്മൾ ചോക്ലേറ്റ് നേരത്തെ ഒഴിച്ച് വെച്ചില്ലേ അതിലേക്ക് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. നമ്മളങ്ങനെ ഇതുപോലെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തട്ടി കൊടുക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോയിക്കോളും. നമ്മുടെ മുട്ടായി നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്താക്കി എടുത്തതാണേ. ഇനി നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കണം നമ്മളിത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഇതിങ്ങനെ ഇളകി വരത്തുള്ളൂ. ഫ്രീസറിൽ വെക്കേണ്ട, നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും മതി, അല്ലെങ്കിൽ പുറത്ത് വെച്ചെന്നാലും മതിയേ. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും മുട്ടായി. ഞാനിത് പോലെ ഒരു പാത്രം എടുത്ത് അതിൽ തട്ടിയെടുക്കുക. കണ്ടോ, നന്നായിട്ട് തന്നെ മുട്ടായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ തട്ടിയെടുക്കാം. നമ്മളങ്ങനെ അടുത്തതും കൂടെ ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നമുക്ക് മുട്ടായെല്ലാം അങ്ങനെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ആ ബദാം വെച്ചില്ല, അതൊക്കെ നമ്മൾ തട്ടി കൊടുത്തപ്പോൾ മുട്ടയുടെ അകത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. കണ്ടോ, നമുക്ക് വീട്ടിൽ തന്നെ മിൽക്കി ബാർ തയ്യാറാക്കി എടുക്കാം. നമ്മൾ പല മോഡലിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ പ്ലേറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വയ്ക്കാവേ. അങ്ങനെയായാലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.